ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപാട് ഇൻട്രോ കാര്യങ്ങളൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. അടുത്ത നമ്മുടെ എതിരാളികൾ എന്ന് പറയുന്നത് ചെന്നൈയിൻ എഫ് സി ആണ്. ഓവൻ കോയലിന്റെ ചെന്നൈയിൻ എഫ് സി ആണ്. നിലവിലെ 10ാം സ്ഥാനക്കാരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ വീണ്ടും ഒരു ഹോം മത്സരത്തിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളും തോറ്റ് ഒരുപാട് കൂപ്പുകുത്തി ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ചെന്നൈയിൻ എഫ് സിയെ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ നേരിടാനായിട്ട് പോകുന്നത്. ചെന്നൈയിൻ എഫ് സി ആവട്ടെ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂരിനെ 5 ഗോളുകൾക്കാണ് അടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെന്നൈയിൻ എഫ് സി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഓവൻ കോയൽ എന്ന് പറയുന്ന ആ കോച്ചിനെ തന്നെയാണ്. ഹൈ പ്രസ്സിംഗ് ഫുട്ബോൾ കളിക്കുന്ന ചെന്നൈയിൻ എഫ് സിയെ പിടിച്ചു കെട്ടാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് വേർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ചെന്നൈയിൻ എഫ് സിയുടെ മുന്നേറ്റ നിര വളരെ സ്ട്രോങ് ആണ്. എടുത്തു പറയേണ്ടത് വിൻസി ബെരേറ്റോ, കോറൻ ഷീൽഡ് ആൻഡ് വിൽമർ ജോർഡൻ ഗിൽ. 6 ഗോളുകളാണ് ജോർദാൻ ഇതുവരെ സ്കോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു സീസണിൽ. അവരുടെ ഇപ്പോഴത്തെ കുന്തമന എന്ന് പറയുന്നതും വിൽമർ ജോർഡൻ ഗില്ല് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിയെ പിടിച്ചു കെട്ടേണ്ടത് തന്നെയാണ് വളരെ കഷ്ടപ്പെടുന്നത്. ആൻഡ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിക്കൊണ്ട് അവരുടെ ഡാനിയൽ ചീമ, എക്കാലത്തെയും വിശ്വസ്തനായ ഒരു പ്ലെയറാണ് ഓവൻ കോയലുടേത്. തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫിൽ വലിയൊരു ഹൈ പ്രസ്സിംഗ് ഗെയിം കളിക്കുക എന്നതാണ് ഓവൻ കോയൽ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. ആൻഡ് ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഇൻഡിവിജ്വൽ എറേഴ്സ് ഒരുപാട് വരുത്തുന്ന ഒരു ടീമാണ്. സച്ചിൻ സുരേഷ് തിരിച്ചെത്തിയിരിക്കുന്നത് തന്നെയാണ് ഗോൾ കീപ്പിങ്ങിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ നോക്കുന്നത്. പക്ഷേ സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥാനം ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോർമിപ്പാമും അതുപോലെ തന്നെ മിലോസും മരിച്ച് കളിക്കുന്നുണ്ട്. ആൻഡ് റഫറിയുടെ ആ ഒരു പിഴവ് മൂലം കഴിഞ്ഞൊരു മത്സരം നമ്മൾക്ക് പരാജയപ്പെടേണ്ടി വന്നു. ആൻഡ് അത് മാത്രമല്ല, മോശപ്പെട്ട പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞൊരു മത്സരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ എടുത്തു പറയേണ്ടത് നൊയോച്ച സിംഗ് എന്ന് പറയുന്ന പ്ലെയറാണ്. കഴിഞ്ഞ 6-7 മത്സരങ്ങളായിട്ടും മികച്ച പെർഫോമൻസ് ഡിഫൻസിൽ കാഴ്ചവെക്കുന്നത് നൊയോച്ച തന്നെയാണ്. ഇനി സന്ദീപിയുടെ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ സന്ദീപ് ആവട്ടെ ഒരുപാട് മിസ് പാസുകൾ വരുത്തുന്നു, ഒരുപാട് ഇൻഡിവിജ്വൽ എറേഴ്സ് പുള്ളിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് പെർഫെക്റ്റ് ആക്കണം. വിൻസി ബെരേറ്റോ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ വളരെ സ്പീഡി ആൻഡ് ക്വിക്കായിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ പുള്ളിയെ പിടിച്ചു കെട്ടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫെൻസീവ് മിഡ്, അറ്റാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ചെന്നൈയുടെ ഡിഫെൻസീവ് മിഡായിട്ടുള്ള എൽസിനിയോയും മറികടന്നു കഴിഞ്ഞാലും അവിടെയും തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളിയായിക്കൊണ്ട് അവരുടെ ഡിഫൻഡറായിട്ടുള്ള റയാൻ എഡ്വേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു വൻമതിൽ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിയെ മറികടക്കുന്നതും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആൻഡ് അവിടെ നമുക്ക് ആകെ ഒരു പ്രതീക്ഷ ജീസസിനെ തന്നെയാണ്. കാരണം ബോക്സ് ടു ബോക്സ് പ്ലെയറാണ് ജീസസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയെയും അതുപോലെ കോമി പെപ്പർ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫസ്റ്റ് ലെവലിലേക്ക് വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. എന്തായാലും നോവയെ ഫസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അഡ്രിയാൻ ലൂണയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. വലിയൊരു അഴിച്ചുപണി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ആൻഡ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമാണ്. ഈ ഒരു മത്സരം തോൽക്കുകയാണെങ്കിൽ മിഗായിൽ സ്റ്റാർ എന്ന് പറയുന്ന ഈ വർഷത്തെ കോച്ചിൻ്റെ ഹെഡ് കോച്ച് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളൂ. 4-4-2 എന്ന് പറയുന്ന ഒരു ഫോർമേഷനാണ് ഈ ഒരു മത്സരത്തിലേക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 4-4-2 ഇല്ലെങ്കിൽ 4-1-4-1 എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്ട്രൈക്കറാണ്. അപ്പോൾ അതിനെ പൂട്ടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡ്ഫീൽഡിലെ ഗെയിം നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യുക. ആൻഡ് കോറോസ് സിംഗിനെ ഫസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു മത്സരം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. വളരെ നിർണായകമായ ഒരു മത്സരമായി തന്നെ നമ്മൾ ചെന്നൈയിൻ എഫ് സിയെ കാണണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.